ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോട്ട് കോളർ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് സ്ലീവ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ സ്ലീവ്സ് നിവർത്തിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ 2 ഇഞ്ച് വീതിയിൽ ഒരു പട്ടയും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു അടിവശത്തായിട്ട് ചെറിയ ഞെറികൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ഇട്ട് കൊടുക്കുക നോക്കാം. കറക്റ്റ് ഈ ഒരു ലെങ്ത് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്ത് വരും. അറ്റത്തൊന്നും ഇതുപോലെ ജോയിൻ ചെയ്യും. സെന്ററിൽ എക്സ്ട്രാ നിൽക്കുന്ന തുണി നമ്മൾ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതുപോലെ സെന്ററിൽ ഞെറികൾ വരും. ഇതാണ് കേട്ടോ ഐഡിയ വരണേ. ഈ ഒരു ഞെറിവ് എങ്ങനെയാണ് ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറയാം. അതിനായിട്ട് ഞാൻ ഈ ഒരു പട്ടയുടെ നല്ല വശത്തിന്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മുടെ സ്ലീവിന്റെ നല്ല വശം ഞാൻ ചേർത്ത് വെച്ചു. പട്ടയുടെ നല്ല വശത്തിന്റെ മുകൾ ഭാഗത്തേക്കായിട്ട് സ്ലീവിന്റെ നല്ല വശം ചേർത്ത് വെച്ചു. അതുപോലെ തന്നെ പട്ടയുടെ സെന്ററും ഈ ഒരു സ്ലീവിന്റെ സെന്ററും ഒരുപോലെ വെച്ചു കൊടുത്തു. ഇനി ഈ ഒരു സ്ലീവിന്റെ ഈ ഒരു അറ്റത്തുനിന്ന് ഞാനൊരു 5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു അറ്റത്തുനിന്നും ഞാനൊരു 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അറ്റത്തുനിന്ന് ഈ ഒരു 5 ഇഞ്ച് വരെ നമുക്ക് സ്ട്രെയിറ്റ് അടിച്ചു പോവാം. അതുപോലെ തന്നെ ഈ ഒരു അറ്റത്തുനിന്നും ഈ ഒരു 5 ഇഞ്ച് വരെ നമുക്ക് സ്ട്രെയിറ്റ് അടിച്ചു പോവാം. ബാക്കി ഇത്രയും തുണി കിടക്കുന്നുണ്ട്. അത് നമുക്ക് കുഞ്ഞു കുഞ്ഞു ഞെറിവുകളായിട്ട് ഈ ഒരു സെന്റർ പോർഷനിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതാണ് അടുത്തായിട്ട് ചെയ്യാൻ പോണേ. അപ്പൊ ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഞാൻ ചെയ്തതിന് ശേഷം കാണിക്കാം. അപ്പൊ ഇതുപോലെ ചെയ്തതിന് ശേഷം ഒരറ്റ മുതൽ മറ്റേ അറ്റ വരെ ഒന്ന് തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് കുഞ്ഞ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരു സൈഡിൽ നമ്മൾ 3 പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം രണ്ടിൻ്റെയും സെൻറ്ററും ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി അഗെയിൻ നമുക്ക് ഈ ഒരു സൈഡ് കറക്റ്റ് ഈ ഒരു 5 ഇഞ്ച് വരെ കറക്റ്റ് ഇവിടെയും വരെയാണ് വരണേ. അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. ഇനി ഇത്രയും ഗ്യാപ്പിൽ നമുക്ക് വേണ്ട പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മളിത് ഇതുപോലെ ഒരറ്റ മുതൽ മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ നമുക്ക് വേണ്ട പ്ലീറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി അടിയിലുള്ള ഈ ഒരു പട്ട നമുക്ക് ഇതുപോലെ നിവർത്തിയിടാം കേട്ടോ. അപ്പം അടിയിലെ പട്ട ഞാൻ ഇതുപോലെ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു പട്ടേനെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഹാഫായിട്ട് മടക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഹാഫായിട്ട് മടക്കുക. എഗെയിൻ ഒന്നും കൂടി മടക്കുക. എന്നിട്ട് ഒരറ്റ മുതൽ മറ്റേ അറ്റം വരെ ഇതുപോലെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവുക കേട്ടോ. അപ്പം ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു തയ്യലൊക്കെ കവർ ചെയ്ത് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ സ്ലീവ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ റോങ് സൈഡ്. റോങ് സൈഡിലും നല്ല നീറ്റായിട്ട് തന്നെയാണ് സ്റ്റിച്ച് പോയിരിക്കണേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശം. ഇവിടെയും നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത സ്ലീവും ചെയ്തെടുക്കുക. 2 സ്ലീവും ചെയ്തതിന് ശേഷം കാണിക്കുക കേട്ടോ.
അങ്ങനെ 2 സ്ലീവ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് അടിഭാഗത്തേക്കുള്ള ഫ്രില്ല് ചെയ്തെടുക്കാം. നമ്മൾ അടിഭാഗത്തേക്ക് ഫ്രില്ല് വെക്കാനായിട്ട് ഇതുപോലെ 3 പീസ് ക്ലോത്താണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരെണ്ണം നമുക്ക് ഫ്രണ്ടിലേക്ക് എടുക്കാം, ഒരു പീസ് നമുക്ക് ബാക്കിലേക്ക് കൊടുക്കാം. ബാക്കി ഒരു പീസ് എക്സ്ട്രാ വരുന്നുണ്ട്, അത് നമുക്കൊന്ന് 2 പീസാക്കി സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. അതിൻ്റെ മിഡിൽ വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ പീസിനെ 2 പീസായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പീസ് നമുക്ക് ഫ്രണ്ടിലേക്ക് എടുക്കാം, മറ്റേ പീസ് നമുക്ക് ബാക്കിലേക്കും കൊടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്രില്ലിനായിട്ട് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച തുണി ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതിനായിട്ട് ഫ്രണ്ടിലേക്കുള്ള ആ ഫ്രില്ലിൻ്റെ പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തില്ലേ ഒരു ഹാഫ് പീസ്, ആ ഒരു ഹാഫ് പീസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം രണ്ടിൻ്റെ നല്ല വശങ്ങൾ ചേർത്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമുക്കൊന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിനൊരു ഒറ്റ പീസാക്കി എടുക്കുക. അപ്പോൾ നല്ല ഫ്രില്ല് ചെയ്യാനായിട്ട് നല്ല ലെങ്ത്തിൽ നമുക്ക് തുണി കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. അതുപോലെ തന്നെ ബാക്ക് സൈഡിലും ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ 2 പീസും നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫ്രില്ല് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രില്ല് ഇട്ട് കൊടുക്കുമ്പോൾ കൈ കൊണ്ട് കുഞ്ഞു കുഞ്ഞു ഞെറിവുകൾ ഇടുകയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ചെയ്യുന്നില്ല, ഏറ്റവും സിമ്പിളായിട്ട് ഒരു മെത്തേഡിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ആദ്യമേ തന്നെ നൂല് കുറച്ചധികം ഞാൻ ഇതുപോലെ നീളത്തിൽ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്യാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, വലിയ കാണിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കാരണം നമുക്ക് ഈ ഒരു നൂല് വലിച്ചിട്ട് ഫ്രില്ലിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വലിയ കാണിയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ തയ്ച്ച് നിർത്തുമ്പോഴും ശ്രദ്ധിക്കണം, ഈ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞിട്ട് കുറച്ച് നീളത്തിൽ നമുക്ക് നൂല് വേണം കേട്ടോ. ഇവിടെ വെച്ച് നമ്മൾ നൂല് കട്ട് ചെയ്യരുത്, കുറച്ചധികം സ്റ്റിച്ച് ചെയ്ത് പോവുക. അങ്ങനെ ഞാൻ ഇത്രയും നൂല് കൂടുതലായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതങ്ങ് കട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വലിയ കാണിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നൂല് വലിച്ചിട്ട് ഫ്രില്ലാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എന്തോരം ഫ്രില്ല് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നൂല് വലിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, നമുക്ക് മുകൾ വശത്തെ നൂലും ഉണ്ട്, അടിഭാഗത്തെ നൂലും ഉണ്ട്. ഏതെങ്കിലും ഒരു നൂലെടുത്തിട്ട് പയ്യെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വലിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഞെറിവുകൾ കിട്ടും. സിമ്പിളായിട്ട് ഞെറിവുകൾ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും നമുക്ക് പയ്യെ വലിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഞെറിവാക്കിയതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫ്രില്ല് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ എ ലൈനായിട്ട് 2 പീസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു പീസ് നമുക്ക് എടുത്തിട്ട് ഈ ഒരു ഫ്രില്ല് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ എ ലൈനായിട്ട് കട്ട് ചെയ്ത് വെച്ച ഭാഗം. അതിൻ്റെ അടിവശത്തെ ആ ഒരു ലെങ്ത്തിലേക്ക് ഈ ഒരു ഫ്രില്ല് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫ്രില്ല് എങ്ങനെയാണ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറയാം. ഈ ഒരു ഫ്രില്ലിൻ്റെ നല്ല വശവും ഈ ഒരു ബോഡി പോർഷന് നല്ല വശവും ചേർത്ത് വയ്ക്കുക. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമുക്കങ്ങ് തയ്ച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഇതുപോലെ തയ്ച്ചു കൊടുക്കുക, ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ തയ്ച്ചതിന് ശേഷം നമ്മൾ ഇട്ട നൂലില്ലേ, ആ നൂല് വേണമെങ്കിൽ നമുക്ക് ഊരിക്കളയാം കേട്ടോ. അപ്പം ഇങ്ങനെ തയ്ച്ചതിന് ശേഷം ഞാൻ കാണിക്കാം, ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതെങ്ങനെയാണോ ചെയ്തേ അതുപോലെ തന്നെ ബാക്ക് സൈഡും ചെയ്തെടുക്കുക. അപ്പം 2 സൈഡും ചെയ്തിട്ട് കാണിക്കാം. അങ്ങനെ നമ്മൾ ഫ്രില്ല് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്ക് സൈഡിലും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ രണ്ടും ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. അങ്ങനെ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ഫ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാം. അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബാക്ക് പോർഷൻ്റെ യോക്ക് പോർഷൻ ഞാനിവിടെ നിവർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ നല്ല വശമാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശം നമുക്ക് ചേർത്ത് വയ്ക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടിൻ്റെയും നല്ല വശം ചേർന്ന് വരണം കേട്ടോ. ബാക്ക് പോർഷന് നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഫ്രണ്ടിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചു. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും വെച്ച് കൊടുക്കുക കേട്ടോ.
ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു 1/2 ഇഞ്ചിൽ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും ഷോൾഡർ ജോയിൻ ചെയ്യുക കേട്ടോ 1/2 ഇഞ്ചിൽ. അപ്പോൾ ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം കാണിക്കാം. ഇപ്പം നമ്മൾ 2 സൈഡിലും ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് കോളർ കട്ട് ചെയ്യാം. അതിനായിട്ട് ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് രണ്ടും ചേർത്ത് വെച്ചു. കറക്റ്റ് ഇതിനെ ഒന്ന് ഹാഫ് ആക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഇതിനൊന്ന് ഹാഫാക്കി. അങ്ങനെ ഹാഫായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രണ്ട്, ഇതാണ് നമ്മുടെ ബാക്ക്. ഈ ഒരു ഫ്രണ്ടിൽ നിന്ന് ഞാനൊരു 2.25 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു 2.25 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തു. അപ്പം ഇവിടെയാണ് 2.25 ഇഞ്ച് വരണേ. അതിനൊന്ന് മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് മുതൽ ഈ 2.25 വരെ നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അവിടെയും വരെയുള്ള അളവ് എത്രയാണെന്നൊന്ന് ടേപ്പിന് അളന്ന് നോക്കാം കേട്ടോ. എനിക്കിവിടെ അളന്ന് നോക്കിയപ്പോൾ 7 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ അത് നമ്മുടെ മൈൻഡിൽ ഇരിക്കുക. എനിക്കിപ്പോൾ ഈ റൗണ്ട് അളന്ന് നോക്കിയപ്പോൾ 7 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതങ്ങ് മാറ്റി വയ്ക്കുക കേട്ടോ. കോളർ കട്ട് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് കോളർ കട്ട് ചെയ്യാം. കോളർ കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ 2 പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. സെയിം അളവിലുള്ള 2 പീസ് ക്ലോത്ത് ഞാനിവിടെ വിരിച്ചിട്ടിട്ടുണ്ട്. ഇനി അതിനെ ജസ്റ്റ് ഒന്ന് ഹാഫാക്കി മടക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇതിനെ ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ടുണ്ട്. നമ്മൾ റൗണ്ടിന് അളന്ന് നോക്കിയപ്പോൾ നമുക്ക് 7 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് ഞാൻ ഈ ഒരു അടിവശത്തായിട്ട് 7.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എവിടെയാണ് 7.5 ഇഞ്ച് വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് മുകൾ ഭാഗത്തേക്ക് ഞാനൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടിവശത്ത് ടേപ്പ് വെച്ച് നേരെ മുകളിലേക്ക് ഒരു 4 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനൊന്ന് ബോക്സ് പോലെ വരയ്ക്കണം. അതിനായിട്ട് സെയിം ഒരു 4 ഇഞ്ച് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്തു. ഇനി അവിടെ ഒരു 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ബോക്സ് പോലെ വരച്ചു കൊടുക്കാം. ഇനി ഈ ഒരു അടിവശത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാനൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടിഭാഗത്ത് ടേപ്പ് വെച്ച് ഇവിടെയാണ് 3.5 ഇഞ്ച് വരണേ, അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു ലൈനിൽ ഞാനൊരു 1.5 ഇഞ്ച് അടിയിൽ നിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. 1.5 ഇഞ്ച് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് മുകളിലിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ഇതേ മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഞാനൊരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ലൈനിൻ്റെ മുകളിൽ നിന്ന് അടിയിലേക്കായിട്ട് ഞാനൊരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 1/4 ഇഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പോയിന്റ് കേട്ടോ. ആ 2 പോയിന്റും ഞാൻ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്യാം. ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ദേ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഷേപ്പ് ഇങ്ങനെയും വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ മുകൾ ഭാഗത്തും ചെറുതായിട്ട് ഈ ഒരു 1/4 ഇഞ്ചിലേക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ഷേപ്പാണ് കേട്ടോ ഉള്ളൂ. കാരണം 2 പോയിന്റ് അല്ലേ ഉള്ളൂ. ആ ഒരു ചെറിയൊരു ഷേപ്പ് മാത്രം മതി. അങ്ങനെ ഒരു മുകൾ ഭാഗത്തും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അടിവശത്തും മാർക്കിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഭംഗിയായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ 2 പീസ് ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിവർത്തിയിടുമ്പോൾ ഇതുപോലെയാണ് വരിക. ഇനി അടുത്തതായിട്ട് 2ൻ്റെയും നല്ല വശങ്ങൾ ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. 2 കോളറിൻ്റെയും നല്ല വശങ്ങൾ ഞാൻ ചേർത്ത് വെച്ചു. അതിനുശേഷം ചീത്ത വശത്ത് ഒന്ന് ഈ ഒരു 3 സൈഡും നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ.
പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത ഭാഗമല്ല, ഓപ്പോസിറ്റ് ഭാഗത്ത് ഇതുപോലെ ഈ ഒരു ഭാഗം നമുക്ക് കുറച്ച് തയ്യൽ തുമ്പിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. ഇനി നമുക്ക് ഈ വരച്ചേക്കട തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. ഇപ്പം ഞാൻ വരച്ചേക്കട തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കോളറ് നല്ല വശത്തേക്ക് മറച്ചെടുക്കാം കേട്ടോ. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഒരു കോർണറൊക്കെ ഭംഗിയായിട്ട് കിട്ടാനായിട്ട് ചെറുതായിട്ട് അങ്ങ് കട്ടിട്ട് കൊടുക്കാം. എന്നാലേ നല്ല നീറ്റായിട്ട് നമുക്കത് മറിഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ചുറ്റും കട്ട് ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ ചുറ്റും ഞാൻ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വശം പുറത്തേക്ക് എടുക്കാം കേട്ടോ. എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോർണറൊക്കെ ഭംഗിയായിട്ട് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ നല്ല വശത്തേക്ക് മറിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും പോയിന്റഡ് ആയിട്ട് വെച്ച് കുത്തിയെടുക്കുക കേട്ടോ. അതിനുശേഷം ഞാനിതൊന്ന് ചുറ്റും ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ പതിച്ച് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഞാൻ പതിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. ഇതൊക്കെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ചുറ്റും പതിച്ച് അടിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഈ ഒരു കോളർ നമ്മൾ ചുറ്റും പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു കോളറിനെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്റർ അറിയാനായിട്ട് ഇവിടെ ഒരു നോച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കറക്റ്റ് സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സെൻറ്റർ കണ്ടിട്ട് ഞാൻ ഇതുപോലൊരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ മടക്കി വെച്ച ബോഡി പോർഷൻ ഉണ്ടല്ലോ, അതെടുക്കുക കേട്ടോ. നമ്മൾ മടക്കി വെച്ച ബോഡി പോർഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ്, ഇത് നമ്മുടെ ഫ്രണ്ട് സൈഡ്. നമ്മൾ കോളറിൻ്റെ സെൻറ്റർ അറിയാനായിട്ട് കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബോഡി പോർഷൻ സെൻറ്റർ അറിയാനായിട്ടും ഒന്ന് കട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ബാക്ക് സൈഡിൽ ഇതിൻ്റെ സെൻറ്റർ അറിയാനായിട്ട് ഞാൻ ചെറിയൊരു നോച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സെൻറ്റർ കണ്ടിട്ട് ഞാൻ ഇതുപോലെ ഒരു കട്ട് ബാക്ക് സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് നിവർത്തി ഇടുകയാണ് കേട്ടോ. ഇനി അടുത്തായിട്ട് ഞാനിവിടെ ബോഡി പോർഷൻ നിവർത്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് പോർഷനിൽ നമ്മൾ സെൻറ്റർ അറിയാനായിട്ട് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ്. ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷനാണ് കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന കോളർ എടുക്കുക. ഇതിപ്പോൾ നമ്മുടെ നല്ല വശമാണ് കേട്ടോ. നല്ല വശത്താണ് കോളറിൻ്റെ സ്റ്റിച്ചിങ് വരണേ. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മൾ ചെയ്ത് വെച്ച കോളർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ കണ്ടിട്ട് നമ്മളൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് ബ്ലൂ ഇതും കൊണ്ട് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ കട്ടിട്ട് കൊടുത്തിരിക്കണേ. ഇനി അടുത്തത് ബോഡി പോർഷൻ സെൻറ്ററും കോളറിൻ്റെ സെൻറ്ററും ഈ ഒരു നല്ല വശത്ത് ചേർത്ത് വയ്ക്കുക. അങ്ങനെ സെൻറ്ററും ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഈ ഒരു സെൻറ്ററിൽ നിന്ന് തന്നെ വേണം രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ആദ്യമേ തന്നെ ഈ ഒരു സൈഡിലേക്ക് കുറച്ച് തയ്യൽ തുമ്പിട്ട് നമുക്ക് ചുറ്റിനും ഇതുപോലെ പയ്യെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ അഗെയിൻ അവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് സെൻറ്ററിൽ വരിക. വീണ്ടും ഈ ഒരു സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കോളറിൻ്റെ സ്റ്റിച്ചിങ്. ഇനി നമ്മൾ ഇതാണ് കേട്ടോ ചെയ്യാൻ പോണേ. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. രണ്ടിൻ്റെയും സെൻറ്ററും ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് സെൻറ്ററിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് സെൻറ്ററിലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഇതേപോലെ തന്നെ അവിടെ ചെയ്ത പോലെ തന്നെ ഇവിടെയും ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നേരെ സെൻറ്ററിലേക്ക് തയ്ച്ച് പോവാം കേട്ടോ.
അങ്ങനെ കോളർ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ കോളറൊക്കെ ഭംഗിയായിട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു അരികുവശമൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കണ്ടേ? അതിനായിട്ട് ഞാൻ ഈ ഒരു തുണീനെ ഒന്ന് നിവർത്തി ഇടുന്നുണ്ട്. ഇതുപോലെ അങ്ങ് നിവർത്തി ഇടുകയാണ് കേട്ടോ. ഈ ഒരു കോളർ ഞാൻ ബോഡി പോർഷനോട് ചേർത്ത് ഇതുപോലെ വെച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ ബോഡി പോർഷൻ കട്ട് ചെയ്തപ്പോൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇതുപോലെ 2 പീസ് ക്ലോത്ത് കട്ട് ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ ആ ഒരു പീസ് ഞാനിവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഷേപ്പ്. ഈ ഒരു മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ഹാഫായിട്ട് മടക്കി അടിക്കുക. അതുപോലെ തന്നെ ഈ ഒരു അരികുവശം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കുക. അരികത്തേക്കട സ്റ്റിച്ച് ചെയ്ത് പോവുക. അതുപോലെ തന്നെ ഈ ഒരു അടിവശവും ജസ്റ്റ് ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ തയ്ച്ചതിന് ശേഷം കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക. കറക്റ്റ് ഈ 2 പോയിന്റും ചേർത്ത് വെച്ചു. അതുപോലെ തന്നെ ഈ ഒരു നെക്ക് ഈ ഒരു കോളറിൻ്റെ മുകൾ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിന് അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുണ്ടോയെന്ന് അറിയില്ല. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഒന്നും കൂടിയും പറയാം കേട്ടോ. ജസ്റ്റ് ഈ ഒരു തുണീനെ ഒന്നുകൂടിയും കാണിക്കാം. ഈ ഒരു കോർണർ ഭാഗത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു തുണി ഇതുപോലെ കറക്റ്റ് ആ ഷേപ്പിന് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നെക്ക് കോളർ ഭാഗത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു അടിവശത്തുനിന്ന് മുകൾ ഭാഗത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് തയ്ക്കാം. നല്ല വശത്താണ് കേട്ടോ ഇപ്പോൾ തയ്ച്ചു കൊടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ എക്സ്ട്രാ കട്ട് ചെയ്ത ആ ഒരു പീസ് കറക്റ്റ് ആ ഒരു സൈഡിലോട്ട് ചേർത്ത് വെച്ചിട്ട് അടിവശത്തുനിന്ന് മുകൾ ഭാഗത്തേക്ക് തയ്ച്ചു പോരാ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ എക്സ്ട്രാ വെച്ച ആ ഒരു പീസ്. അതങ്ങ് മാറ്റി വയ്ക്കാം. ഈ ഒരു കോളർ ഉണ്ടല്ലോ, ഈ ഒരു കോളർ ബോഡി പോർഷന് നല്ല വശത്തോട് ഇതുപോലെ ഒന്ന് ചേർത്ത് വെക്കുക. ഇതുപോലെ ചേർത്ത് വെക്കുക. ചുളുക്കുകളൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അങ്ങനെ കോളർ ഇതുപോലെ ബോഡി പോർഷനോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എക്സ്ട്രാ കട്ട് ചെയ്ത ആ ഒരു പീസില്ലേ, അത് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. കറക്റ്റ് നമ്മൾ ആ ഒരു നെക്കിൻ്റെ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് തയ്യൽ തുമ്പിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ തയ്ച്ച് അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്യൽ തുമ്പ് കവർ ചെയ്ത് ഇതുപോലെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പണിംഗ് ഒക്കെ ഭംഗിയായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം നമ്മൾ ആ എക്സ്ട്രാ നിൽക്കുന്ന പീസ് ഇതുപോലെ കോളറിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറച്ചെടുക്കണം കേട്ടോ. അതിനായിട്ട് ഈ ഒരു കോർണറിൻ്റെ അവിടെയൊക്കെ നമുക്ക് ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നീറ്റായിട്ട് നമുക്ക് തിരിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക. കൂടുതലുള്ള തുണി ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് മുറിച്ച് കളയുക. അതിന് ശേഷം ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു കോർണറൊക്കെ ഭംഗിയായിട്ട് തിരിഞ്ഞ് കിട്ടും. ഇനി നമുക്കിതങ്ങ് തിരിച്ചെടുക്കാം. ഈ ഒരു കോർണറൊക്കെ ഏതെങ്കിലും പോയിൻറ്റഡ് ആയിട്ടുള്ള ഐറ്റം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഭംഗിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ആ എക്സ്ട്രാ നിൽക്കുന്ന പീസ് ബാക്കോട്ട് മറിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 സൈഡും ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ ഈ ഒരു കോളർ നമ്മൾ ഭംഗിയായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചീത്തവശം ഒന്ന് കാണിക്കാം. റോങ് സൈഡ് ഒന്ന് കാണിക്കുകയാണ് കേട്ടോ. അപ്പം ഇതാണ് ഫ്രണ്ട് പോർഷൻ്റെ ഉൾഭാഗം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ റോങ് സൈഡ്. നമ്മൾ എക്സ്ട്രാ ഇതുപോലൊരു പീസാണ് ഈ ഒരു ഓപ്പണിംഗ് ഒക്കെ ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി വെച്ച് കൊടുത്തേ. ഇത് നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഈ ഒരു അടിവശത്തുനിന്ന് ഈ ഒരു ഓപ്പണിങ്ങിൻ്റെ അവിടെ നിന്ന് തയ്ച്ചു പോവുക. ഇങ്ങനെ തയ്ച്ച് ഈ ഒരു നെക്കിൻ്റെ ഭാഗം, ഈ ഒരു കോളറിൻ്റെ ഭാഗം ഉണ്ടല്ലോ,
അതും ഇതുപോലെ റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതാണ് നമ്മൾ എക്സ്ട്രാ വെച്ച പീസ്. ഇങ്ങനെ വന്ന് ആ ഒരു പീസ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ രണ്ട് സൈഡും ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. അങ്ങനെ ഭംഗിയായിട്ട് കോട്ട് കോളർ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഫ്രണ്ടിൽ ഇത് ഇതുപോലെ ഒരു ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കണേ. അപ്പോൾ ജസ്റ്റ് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് കയറ്റി വെച്ചതിന് ശേഷം നമുക്ക് അടിയിൽ നിന്ന് മുകൾ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെയും വരെ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ, ബാക്കി ഓപ്പണിംഗ് ആയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അടിയിൽ നിന്ന് ഇവിടെയും വരെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. ഇപ്പം നമ്മൾ ഓപ്പണിംഗ് ഒക്കെ ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ നിവർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ, ഇതാണ് നമ്മുടെ ബാക്ക് പോർഷൻ, ഇവിടെയാണ് നമ്മുടെ ഷോൾഡർ ജോയിൻറ്റ് വരുന്നത്. ഇനി നമ്മൾ സാധാരണ എങ്ങനെയാണോ സ്ലീവ് ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഞാൻ സ്ലീവിൻ്റെ സെൻറ്ററും അതുപോലെ തന്നെ ഷോൾഡർ ജോയിൻറ്റും ഒരുപോലെ വരണ പോലെ വെച്ച് കൊടുത്തു. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ലീവിൻ്റെ നല്ല വശവും ബോഡി പോർഷനും നല്ല വശവും ചേർന്ന് വരണ പോലെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. അതിനുശേഷം രണ്ട് സൈഡിലേക്കും നമുക്ക് സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സാധാ പോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും സ്ലീവ് ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും സ്ലീവൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് അടിയിലേക്കുള്ള പോർഷൻ എങ്ങനെയാണ് ബോഡി പോർഷനായിട്ട് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി അടുത്തതായിട്ട് ബോട്ടം പോർഷൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എ ലൈനായിട്ട് കട്ട് ചെയ്ത് ഫ്രില്ലുമായിട്ട് ജോയിൻ ചെയ്ത പീസാണ് കേട്ടോ ഇതെങ്ങനെയാണ് ബോഡി പോർഷനായിട്ട് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇത് നമ്മുടെ ബോഡി പോർഷൻ്റെ നല്ല വശമാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് എ ലൈനിൻ്റെ നല്ല വശം നമുക്ക് ചേർത്ത് വയ്ക്കാം. അങ്ങനെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വയ്ക്കുക. ചേർത്ത് വെച്ചതിന് ശേഷം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ തന്നെ ബാക്ക് പോർഷനും ചെയ്തെടുക്കുക. ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം നമുക്ക് നീറ്റായിട്ട് ഇങ്ങനെ കിട്ടും. അങ്ങനെ എ ലൈനായിട്ടുള്ള പോർഷനൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഫൈനലായിട്ട് നമുക്ക് സൈഡൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അടിവശമൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം ചെയ്തതിന് ശേഷം ഫൈനൽ ലുക്ക് കാണിക്കാം.